പണ്ട് ഭാവന ഈ ചെറുപ്പകാലത്ത് ഒരു പുറയൊരു കൂടി ഒരു പൂവാലിനെ ഡീൽ ചെയ്യാനായിട്ട് എന്തോ ഒരു സംഭവം വാങ്ങിക്കാൻ ഏൽപ്പിച്ചല്ലോ. ട്വിസ്റ്റിംഗ് എന്തായിരുന്നു അത്? ബോൺ ആൻഡ് ബോട്ടപ്പ് തൃശ്ശൂരാണോ ആ പൂവാലൻ? അതെ അതെ, തൊട്ടറിയാൻ പറ്റൂ. അപ്പൊ നമ്മള് ട്യൂഷൻ ക്ലാസ്സിൽ പോകും. ATC എന്ന് പറഞ്ഞ ട്യൂഷൻ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ട്യൂഷൻ സെന്റർ, അവിടെ അർഷഫ് സാറിന്റെ ട്യൂഷൻ സെന്റർ. അപ്പൊ അവിടെ പോകുമ്പോ ഇങ്ങനെ ഒരാള്, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, വന്നിട്ടിങ്ങനെ വന്നിട്ടിങ്ങനെ പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരണം, എന്താ ഗിഫ്റ്റ് വേണ്ടത് എന്നുള്ള പോലെയൊക്കെ. അപ്പൊ നമ്മള് മറ്റേ ജാട ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമൊക്കെ. പിന്നെ അതേ ഗിഫ്റ്റ് 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 അവസാനം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയണ ആളൊക്കെയാണ്. അപ്പോൾ നീ എന്തെങ്കിലും പറ, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞു എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാൽ മതി, അത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്, അത് ഇവിടെ ഒന്നും കിട്ടില്ല, കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, ട്വിസ്റ്റിംഗ് ഗിസ്റ്റ് എന്നാണ് പേര്. ഞാനൊരു പേരുണ്ടാക്കി പറഞ്ഞു. അങ്ങനെ സാധനമില്ല. അപ്പൊ ട്വിസ്റ്റിംഗ് ഗിസ്റ്റ് എന്നാണ് പേര്. ഈ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഇമ്പോർട്ടഡ് ആണ് എന്നൊക്കെ ഞാൻ അങ്ങ് തള്ളി മറിച്ച്. അപ്പൊ അങ്ങേര് പറഞ്ഞു കൊണ്ടുവന്നിരിക്കും. പാവം എവിടെയൊക്കെ പോയി അന്വേഷിച്ചോ അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ. അന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഇങ്ങനെ ഈ പല ഇന്റർവ്യൂവിൽ അതൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഇത് പുറത്ത്. ഇപ്പൊ ഡെഫിനറ്റ്ലി അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ മുന്നിൽ പെടാതെ നടക്കുന്നു. ഭാവന വണ്ടി ഓടിക്കുമല്ലോ. ഏതൊരു പടത്തിന് വേണ്ടി മാത്രം വണ്ടി ഓടിച്ച് പഠിച്ചു എന്നും, തദ്വാര സാധാരണ റോഡിൽ ഇറങ്ങുമ്പോൾ അനൗൺസ്മെന്റ് വരുമെന്നും, ജീവനിൽ കൊതിയുള്ളവരല്ല കുണ്ടിലും കുടുക്കിലും ഒളിച്ചു കൊള്ളണം, ഞാൻ ഭാവന റോഡിൽ ഇറങ്ങുന്നു. അല്ല, എനിക്ക് ട്രാഫിക് കുറച്ച് പേടിയാ. ഞാൻ വണ്ടിയിൽ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ അയ്യോ ഇത്ര ഉറക്കെ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കുറച്ച് സ്പീഡിൽ പോകുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ പക്ഷെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയതും ഒരു കോമഡി കഥയാണ്. കാരണം ഞാൻ പഠിക്കാൻ പോയപ്പോൾ ആ സമയത്ത് 5 മണിക്കൊക്കെയാണ് ഡ്രൈവിംഗ് മാസ്റ്റർ വരിക. കാരണം ആ സമയത്ത് അധികം തിരക്കില്ലല്ലോ. 5 മണിക്ക് പോവുക, ഒരു 6 മണി വരെ കഴിഞ്ഞ് വരിക. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോവുക എന്നുള്ള, എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പഠിപ്പിച്ചു തരുന്ന ഈ മാഷിന്റെ അടുത്തും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. കാരണം അവിടെ ഞാൻ നോക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ വലിയ എന്തോ ഭയങ്കര റോക്കറ്റ് സയൻസ് പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബസ് അവിടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ മാസ്റ്റർ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി പോയിട്ട് ബ്രേക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ പറയും ഞാൻ. പക്ഷെ അത് ബ്രേക്ക് ആവും, ബ്രേക്ക് ആയല്ലോ. പിന്നീട് അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓഹോ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഞാൻ സ്റ്റിയറിംഗ് മാത്രം. പിന്നെ എനിക്ക് ആർക്കോ വേണ്ടി പഠിക്കുന്ന പോലെയാ, കുറച്ചുകൂടി ആക്സിലറേറ്റ് കൂട്ടിക്കോളും ഞാൻ. മാഷില്ലേ കൂട്ടിക്കോ, ഇങ്ങനെയായിരുന്നു. സ്റ്റോപ്പ് ചെയ്തോ, ഇങ്ങനെയായിരുന്നു. അവസാനം മാഷ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ പഠിക്കാൻ, വെറുതെ വരുന്നവണ്ട. അങ്ങനെ അത് ഞാൻ നിർത്തി. അങ്ങനെ ഒരു ഭയങ്കര ഒരു മൂവിക്കൊക്കെ വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ഹെവി ട്രാഫിക്കിലൊന്നും ചെറുതായിട്ട് ഓടിക്കുന്നല്ലാതെ അങ്ങനെ ഹെവി ട്രാഫിക്കിലൊന്നും എനിക്ക് പേടിയാ, ടെൻഷനാ. ഭാവനയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. ക്രിക്കറ്റിനെ കുറിച്ച് ABC അറിയാതെ ഒരാള് അല്ലേ ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി അല്ലേ? അത് കുറെ കോമഡി ആയല്ലോ. പ്രിയൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ. പ്രിയൻ സാർ എന്തോ അങ്ങനെ തീരുമാനമെടുത്തത്? നമുക്കൊന്നും അറിയാത്തൊരു പണിക്ക് ഞാൻ പറഞ്ഞു. അത് ആ സമയത്ത് നമ്മൾ മൂവി ചെയ്തോണ്ടിരിക്കുക. പ്രിയൻ സാറിന്റെ മൂവി ചെയ്യുന്നുണ്ട് ഞാൻ ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ CCL ഇങ്ങനെ ഒരു ക്രിക്കറ്റ് അതിന്റെയൊക്കെ ആ സമയത്ത്. അപ്പൊ ഞാൻ പറയും എനിക്ക് സ്പോർട്സ് ഇഷ്ടമേ അല്ല, ഞാൻ സ്പോർട്സ് കാണാറില്ല, അതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ ഇൻട്രസ്റ്റ് ആയിക്കോളും, നീ ഇതായാൽ മതി. അങ്ങനെ ലിസ്റ്റ് ചേച്ചി വന്നു, പ്രിയൻ സാർ വന്നു, പിന്നെ ഒരു കമ്പനിയായി. അങ്ങനെ ഫസ്റ്റ് ഇത് കാണണം, മാച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ ആദ്യമൊക്കെ മാച്ച് കാണാം, ക്രിക്കറ്റൊക്കെ ഇരുന്ന് കാണാമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ഫസ്റ്റ് ഡേ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും കേരള സ്ട്രൈക്കേഴ്സും എനിക്ക് തോന്നുന്നു ചെന്നൈ ആണെന്ന് തോന്നുന്നു കളിക്കുക. അപ്പൊ നോക്കുമ്പോ നമ്മുടെ ടീം ബാറ്റ് ചെയ്യാം, അവര് ഫീൽഡ്. അപ്പൊ ഞാൻ ഉടനെ ഭയങ്കരമായ ഒരു വീക്ഷണത്തിന് ശേഷം ഞാൻ നമ്മുടെ ടീമിൽ നിന്ന് എന്താണ് 2 പേര് കളിക്കുന്നത്, അവരിന്ന് എല്ലാരും കളിക്കുന്നുണ്ടല്ലോ, ബാക്കി എല്ലാവരും എഴുതിട്ട് ദയവ് ചെയ്ത് നീ വായ തുറക്കരുത്, വെറുതെ ഇരുന്ന് തന്നാ മതി പ്ലീസ്. അത് പക്ഷെ അത് പിന്നെ മണിക്കുട്ടനൊക്കെ ഒരുവിധം എല്ലായിടത്തും പറഞ്ഞ് നാറ്റിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ കളി വീരന്മാരെ വല്ലതും പരിചയപ്പെട്ടോ ക്രിക്കറ്റിൽ? അങ്ങനെ ഇല്ല, അവിടെ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ തന്നെയായിരുന്നു, നമ്മുടെ കന്നഡ, തെലുഗു, അവരിവര്
പക്ഷെ പിന്നെ ഞാനൊരു വാശിക്ക് ഞാൻ കണ്ട് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു അത്യാവശ്യം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ക്രിക്കറ്റ് ആണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഒരു ഓവറൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. ഇത്രയും ബോൾസിന് ഇത്രയും റൺസ് വേണം, അത് ആ ഒരു ഏരിയ മാത്രം കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. തുടക്കം തൊട്ട് കാണാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല. എനിക്കൊന്ന് ഭാവനയുടെ ഓർമ്മകളിൽ മഴ പെയ്യിക്കാനുള്ള ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും ക്രിക്കറ്റ് കളി അറിയാം? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ക്രിക്കറ്റ്. ശരി, ഞാൻ അമ്പയറിന്റെ കുറെ ആക്ഷൻസ് കാണിക്കും. ഭാവന പറയും. ഭാവനയുടെ ഭാവനയിൽ പറയുക. റെഡി? എന്താണ് ഇതെന്ത് ആക്ഷനാണ്? 4. ഇതോ? ഇന്ന് മാച്ചില്ല. അമ്മേ, ഈ കാണിച്ച ഡെഡ് ബോൾ ആയിരുന്നു. അതെന്റെ ഭാവനയില് കറക്റ്റ് ആണ്. അടുത്ത ഇതോ? 6. ഇതോ? ഔട്ട്. അപ്പൊ ഇതോ? ചിലപ്പോ അമ്പയറിന് തല ചുറ്റുന്നതായിരിക്കും. അമ്പയറിന്റെ തല ചുറ്റുന്നതാ? അത് വെയിലത്തൊക്കെ എന്റെ ദൈവമേ, എന്റെ ഭാവന നീ സൂപ്പറായി അല്ലേ? എനിക്കൊന്ന് ഭാവന ഈ ലൈറ്റ് ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ മനസ്സുകൊണ്ട് ഇത് ഇഷ്ടമാണോ കോമഡി പടത്തിലൊക്കെ അഭിനയിക്കാൻ? എനിക്കിഷ്ടമാണ്. പെൺകുട്ടികൾ കോമഡി ചെയ്യുന്ന ആൾക്കാർ കുറവല്ലേ? എനിക്ക് അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് കോമഡി ടെൻഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം. എനിക്ക് ഇഷ്ടമാണ്. ചോട്ടാ മുംബൈയിലും ഹാപ്പി ഹസ്ബൻഡ്സിലും പിന്നെ ആംഗ്രി ബേബീസ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനിലൊക്കെ ഒരു ടിഞ്ച് ഓഫ് കോമഡി ഉണ്ട്. എനിക്ക് അതൊക്കെ വളരെ ഇഷ്ടത്തോടെ ചെയ്തല്ലേ? പിന്നെ ഓക്കെ. ആൾക്കാരെ വളിപ്പിക്കുവോ കോമഡി ഒക്കെ പറഞ്ഞ്? അത് ഉറപ്പ് പറയാൻ പറ്റും, എന്ത് സംഭവിക്കല്ലേ? അപ്പൊ എന്തോ കുട്ടേട്ട എന്തോ ചോദിക്കുന്നുണ്ട് ഭാവനയോട്. എന്താ കുട്ടേട്ടാ? നമസ്കാരം ഭാവന. നമസ്കാരം. കുട്ടേട്ടനെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. പിന്നെ കുട്ടേട്ടനെ എങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ട് 730 ദിവസങ്ങളായി. 2002 സെപ്റ്റംബർ 12-ാം തീയതിയാണ് നമ്മൾ കണ്ടത്. ഓണത്തിന്റെ അന്നായിരുന്നു. അതിനുശേഷം 2002 കുട്ടേട്ടന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം? 2022 ഓ സോറി. ഒരു ഓണക്കാലത്ത് ഭാവനയ്ക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഭാവന കുട്ടിക്കാലത്ത് ഒരു ബബിൾ കം വിഴുങ്ങി പോയിട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്തായിരുന്നു അത്? എനിക്ക് തോന്നുന്നു ഞാനൊരു 4th ആയിരിക്കാം. ആ സമയത്ത് ഈ ചൂയിങ്കം എന്നുള്ളതിനേക്കാൾ ബബിൾ ഗം ഉണ്ടായിരുന്നല്ലോ. ബബിള് വലുതായിട്ട് ബബിള് വന്നിട്ടുള്ള ബബിൾ ഗം, അത് കുറച്ചും കൂടി സ്റ്റിക്കിയാ. അപ്പൊ ആ സമയത്ത് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല. പൊതുവെ അവിടെ ബബിൾ ഗം കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവും, അകത്ത് ഒട്ടിപ്പിടിക്കും എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട്. അപ്പൊ ആ സമയത്ത് ഈ ബൂമർ ബിഗ് ബബുളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല. അപ്പൊ എങ്ങനെയോ ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എനിക്ക് എവിടെ നിന്നോ ഒരാൾ തന്നു. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് എന്തോ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാ കിട്ടിയത്. ഞാനത് കിട്ടിയ ഉടനെ വേഗം വായിലിട്ടിട്ട് എനിക്ക് ഈ ബബിൾ ഉണ്ടാക്കണം. പക്ഷെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെല്ലടിച്ചു. അപ്പോൾ ക്ലാസ് കയറണം. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ തുപ്പിക്കളയും. ഞാൻ തുപ്പിക്കളയില്ല, ഞാൻ ഒളിപ്പിച്ച് വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നു. ടീച്ചർ ക്ലാസ് ഇറക്കുമ്പോഴത്തേക്കും ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ടീച്ചർ ഇതാരും ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഞാനും അങ്ങനെ 2 പ്രാവശ്യമൊക്കെ ചോദിച്ചു. ഞാനും നോക്കും ആരാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നതെന്നുള്ള പോലെ. അങ്ങനെ ഇരുന്ന് കുറച്ച് ഓവറായി ചവച്ച് അത് ഇറങ്ങിപ്പോയതും ഒറ്റ അലർച്ചയാണ്. പിന്നെ അവിടെ നിന്ന് അയ്യോ കഴിച്ചു. കാരണം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതല്ലേ അവിടെ ഫുൾ എല്ലാവരും പറയുന്നേ. ഞാൻ കരച്ചില് പിഴിച്ചില് ഭയങ്കര പ്രശ്നമായി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന അപ്പൊ ടീച്ചർ എന്താ ടീച്ചർ ഓടി വരുന്നു. ഞാൻ അപ്പൊ നീയാണല്ലോ ചവച്ചോണ്ടിരുന്നത്, വെള്ളം കൊണ്ടു. അങ്ങനെ ഇങ്ങനെ അവിടെ ഒരു മൊത്തത്തിലൊരു സീനായി. അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കരച്ചില് കരഞ്ഞിട്ട് ടീച്ചർ ഒരുവിധം വെള്ളമൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോയി അകത്തേക്ക്. എവിടെ ഒട്ടിയൊന്നും പിടിച്ചില്ല. വെള്ളമൊക്കെ അപ്പൊ അത് ഓക്കെ ആയി. ടീച്ചർ നോക്കിയപ്പോ ഓക്കെയാണ്. ടീച്ചർ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെയും ക്ലാസ് ഇതാക്കാൻ പോയി. ബെല്ലടിച്ചു. ആ പീരീഡ് കഴിഞ്ഞു. അടുത്ത ഞാൻ മൊത്തത്തില് ജീവൻ നിന്ന് മരണത്തിൽ അതെ അതിൽ നിന്നിങ്ങനെ ആകെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി എൻ്റെ അടുത്ത് പറയാ, ചൂയിങ്കം ബബിൾക്കം കഴിച്ചു കഴിഞ്ഞാലേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരിക്കുക. ഞാന് അന്ന് 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈലന്റ്. എൻ്റെ ജീവിതത്തിലെ അവസാന 1 മണിക്കൂറല്ലേ. കരഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ ഞാൻ ബബിൾക്കം കഴിച്ചിട്ടാണ് മരിച്ചു എന്ന് പറയരുത്, എനിക്ക് വഴക്ക് കേൾക്കും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് 1 മണിക്കൂർ ഞാനത്
എങ്ങനെയാണ് 1 മണിക്കൂർ എത്രയൊന്നും കറക്റ്റ് അറിയില്ല അന്ന്. 1 മണിക്കൂറായിട്ടുണ്ടാവോ, 1 മണിക്കൂറായിട്ടുണ്ടാവോ, അങ്ങനെ പിന്നെ അന്ന് വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് ഞാൻ മരിച്ചില്ല മരിക്കത്തില്ല എന്നുള്ള ഉറപ്പായതല്ലേ. പോകുന്നത്.